ഹലോ ഗൈസ്, ഞാനും എൻ്റെ അനിയത്തിയുടെ മോനും കൂടി ഇന്നൊന്ന് സവാരിക്ക് പോകാമെന്ന് വിചാരിച്ചു. മീൻസ് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഒരുങ്ങി ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ പകുതി ഞാൻ എടുക്കും, പകുതി അവളെടുക്കും. മിക്കവാറും ഇവ എൻ്റെ പുറത്തായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പം നടന്നു ഗൈസ്. ഞങ്ങൾ പോയ കാര്യം സത്യത്തിൽ നടന്നില്ല. പക്ഷെ ഞങ്ങൾ ചുമ്മാ ഒന്ന് വീട്ടിൽ ഇരിക്കുകയല്ലേ. ഇതേ അവിടെ ഒരു മല കാണുന്നുണ്ടോ, അത് പാറയാണ് ഗൈസ്, പാറ. അങ്ങനെ ഞങ്ങൾ നടന്നു കേട്ടോ. ഇതുവഴിയൊക്കെ ഞങ്ങൾ സ്കൂളിൽ രാവിലെ പോവും, സ്കൂളിൽ തിരിച്ച് വരുമ്പം വേറെ വഴി കൂടെ വരും. പിന്നെ ഞങ്ങൾ നടന്നു ഗൈസ്. നടക്കാനുള്ളതുകൊണ്ട് നടന്നാലല്ലേ പറ്റൂ. അപ്പം ഞാനും അനിയത്തിയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ഈ തോട് ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ട് വരണ സമയത്ത് ഇവിടെ ഒരു പാമ്പ് കിടന്നു. നല്ല തടിയുള്ള പാമ്പ് കിടന്നു. അപ്പം കൂടെ വന്ന എൻ്റെ കൂടെ പഠിച്ച ഒരാൾ കല്ലെടുത്തെറിഞ്ഞു ഗൈസ്. കല്ലെടുത്തെറിഞ്ഞിട്ട് ചുമ്മാ ബഹളം വെച്ചുകൊണ്ട് ഇതുവഴി ഓടും. പിന്നെ ഇവിടെ കുറേ പട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തെന്ന് അറിഞ്ഞുകൂടാ. കാരണം കുറേ നാളായി ഇവിടെയൊക്കെ വന്നിട്ട്. കുറേ നാളെന്ന് പറയുമ്പം ഒരു 4 മാസം ആയി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ വഞ്ചിയൂർ, ഞങ്ങളുടെ മാത്രം വഞ്ചിയൂർ. അപ്പോൾ വഞ്ചിയൂരിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. പോയ കാര്യം നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ കിളി പോയി ഇരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ മലക്കറിയൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടു ഗൈസ്, ഓണപ്പന്ത് ഞങ്ങൾക്ക് പണ്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ഇട്ട് കളിക്കുമ്പം ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മേടിച്ച് തരാൻ. കാരണം ഞങ്ങൾക്ക് മേടിച്ച് തന്നിട്ടില്ല. പന്തെന്നല്ല, ഞങ്ങൾക്ക് പലഹാരങ്ങൾ പോലും മേടിച്ച് തന്നിട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾ വലുതായതിനു ശേഷമാണ് ഞങ്ങൾ പലഹാരങ്ങളൊക്കെ തിന്നു തുടങ്ങിയത്. പലഹാരം മീൻസ് പാപ്പം. ഞങ്ങൾ പാപ്പം എന്നാണ് കേട്ടോ പറയണത്. പിന്നെ ഇത് ഞങ്ങളുടെ അടുത്ത വയലാണ്. ഞങ്ങളുടെ അല്ല, ഞങ്ങൾ പറഞ്ഞ വഴിയിലുള്ള ഒരു വയലാണ്. അപ്പോൾ വയലിൽ ഇങ്ങനത്തെ ദേശാടന പക്ഷിയാണ്. ഞങ്ങൾ ദേശാടന പക്ഷി എന്ന് പറയും. ഇച്ചിരി കൊക്കിൻ്റെ വേറൊരു ഐറ്റം. അപ്പുറത്ത് പ്രാവും ഉണ്ട് കേട്ടോ. പിന്നെ വയലിൽ ഒരു റോസ് കുഞ്ഞ് പൂവ് വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നട്ടെന്ന അത്തമാണ്. അപ്പോൾ അത്തത്തിന് വേണ്ടി ഞങ്ങളുടെ ചാണകം ഇല്ലാത്തതുകൊണ്ട് അനിയത്തി ഫാമിൽ കയറി ചാണകമൊക്കെ എടുത്തു. ബൈ ഗൈസ്.